വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നമ്മളൊരു പേഷ്യൻ്റ് ടെസ്റ്റിമണി നമ്മൾ കേൾക്കാം. ഒരു ചികിത്സാ അനുഭവമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം എൻ്റെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന വ്യക്തി 3 രോഗങ്ങളാണ് അവർക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, വയറിൽ ഗ്യാസ് വന്ന് വീർക്കുക, അല്ലെങ്കിൽ പലവട്ടം മോഷൻ പോവുക എന്ന് പറയുന്ന ഒരു പ്രോബ്ലം. അതുപോലെ തന്നെ ഉയർന്ന ട്രൈഗ്ലിസറൈഡ്സ്, അതുപോലെ തന്നെ മറ്റൊരു കാര്യമായിരുന്നു ഡയബറ്റിസ്. ഇനി 3 കാര്യങ്ങൾ നമ്മുടെ ചികിത്സ കൊണ്ട്, കുഞ്ഞു മരുന്നുകൾ കൊണ്ട്, ആയുർവേദ മരുന്നുകൾ കൊണ്ട്, ഒറ്റ മരുന്നുകൾ കൊണ്ട് 3 രോഗങ്ങളും എങ്ങനെയാണ് നമ്മൾ മാറിയത് എന്നുള്ളതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശൂർ. നമുക്കിപ്പോൾ ആദ്യം ആ ഒരു ഷെയറിംഗിലേക്ക് നമുക്ക് പോകാം. എന്റെ പേര് രാജേന്ദ്രൻ. ഞാൻ കോട്ടയം ജില്ലയിലെ തലയോലപ്പുറം എന്ന സ്ഥലത്താണ് എന്റെ വീട് താമസിക്കുന്നത്. ജോലി KSEBിലാണ്. അപ്പൊ ഞാൻ ഭക്ഷണ സംബന്ധമായ കുറെ പ്രശ്നങ്ങൾ എനിക്ക് വളരെ നാളുകളായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പല ഹോസ്പിറ്റലുകളിലും പോയി ജനറൽ മെഡിസിൻ ചെയ്തു, അതുപോലെ തന്നെ ആയുർവേദം, അങ്ങനെ പല ഇതിലും പോയിരുന്നു. വയറിൽ എപ്പോഴും ഇങ്ങനെ മോഷൻ, എപ്പോഴും നമുക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ മോഷൻ ഉണ്ടാകുക എന്നുള്ള സംഭവം, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാസ് വന്നിട്ട് വയറ് കമ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതൊരു ഏകദേശം ഒരു 6-7 വർഷത്തിന് മേളിലായിട്ട് തോന്നാറുണ്ട്. കൃഷിക്ക് വന്ന് സാറിനെ കാണുകയും സാറിനോട് കൃത്യമായ വിവരങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം സാർ എനിക്ക് 3 ആഴ്ചത്തേക്കുള്ള ഒരു മരുന്ന് ആദ്യം തന്നെ തന്നു വിട്ടു. അപ്പൊ ഷുഗർ ഉണ്ട്, അതുപോലെ തന്നെ എനിക്ക് ഒരു 10 വർഷമായിട്ട് അടുപ്പിച്ച് ഷുഗർ ഉണ്ട്. 2 ആഴ്ച കഴിച്ചപ്പോൾ തന്നെ എന്റെ വയറിന്റെ പ്രശ്നങ്ങൾക്ക് വളരെ നല്ലൊരു പരിഹാരം കിട്ടുകയുണ്ടായി. കാരണം മോഷന്റെ പ്രശ്നങ്ങൾ മാറി, ഗ്യാസ്, വയറ് കമ്പിക്കുന്ന ഒരു അസ്വസ്ഥത മാറി. നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഡൈജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. ജനറൽ മെഡിസിൻ ആണ് ഡയബറ്റീസിൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴേക്കും എനിക്ക് എന്റെ ഷുഗർ പെട്ടെന്ന് തന്നെ ഈ ഒരു സാധാരണ ഒരിക്കലും കാണാത്ത രീതിയിൽ ഷുഗർ ഒരു 83ലേക്ക്, ഫാസ്റ്റിംഗ് ഷുഗർ 83ലേക്ക്, സാധാരണ എന്റെ ഷുഗർ ഒരു 140-150 ഫാസ്റ്റിംഗ് പോലെ നിന്നത്. ഭക്ഷണത്തിന് ശേഷമുള്ളത് സാധാരണ ഷുഗർ 260-270 ഒക്കെ ആയിരുന്നു. ഫാസ്റ്റിംഗ് ഷുഗർ 83 കാണുകയാണ്. എനിക്ക് ഷുഗറും കുറഞ്ഞു, എന്റെ വയറിന്റെ അസുഖം പൂർണ്ണമായിട്ടും തന്നെ ഏകദേശം മാറിയെന്ന് പറയാം. അതുപോലെ ട്രൈഗ്ലിസറൈഡ് ഉണ്ടായിരുന്നു. ഒരു ട്രൈഗ്ലിസറൈഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 370-380 ആയിരുന്നു. വളരെ ഹൈ ആയിരുന്നു. ഒരു പീക്ക് കഴിഞ്ഞിട്ട് ഹൈ ആയിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതും തന്നെ ആ മരുന്ന് ഒരു 3 ആഴ്ച കഴിച്ചപ്പോഴേക്ക് 136 എന്നുള്ളൊരു ഫിഗറിലേക്ക് അത് താഴ്ന്നു വന്നു. അപ്പൊ വളരെ സന്തോഷം തോന്നിയൊരു കാര്യം. കാരണം 10 വർഷമായിട്ട് ഷുഗറിന്റെ അസ്വസ്ഥതകൾ കൊണ്ട് ഞാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അത് ഷുഗർ നോർമലായി അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള ഒത്തിരി രോഗങ്ങൾ സാറിന്റെ അടുത്ത് വന്ന് കണ്ടതിലും ഏതോ ഒരു യാദൃശ്യമായ കണ്ടൊരു വീഡിയോ ആണ് സാറിന്റെ തന്നെ എത്തിച്ചത്. അത് എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതും. പിന്നീട് എനിക്ക് ട്രൈഗ്ലിസറൈഡ് തന്നെ 370 കഴിച്ചത് കൊണ്ടുവന്ന സമയത്ത് ഈ മരുന്ന് ഒരു 3 ആഴ്ച കഴിച്ച സമയത്തേക്ക് അത് 136ലേക്ക് താഴുകയുണ്ടായി. ഇപ്പൊ ഞാൻ രണ്ടാമത് തന്നെ കൈക്ക് ഒരു ചെറിയൊരു വേദനയുടെ ഭാഗമായിട്ടൊരു ട്രീറ്റ്മെന്റ് 2 ദിവസത്തേക്ക് ചെയ്യുന്നുണ്ട്. അതും തന്നെ എനിക്ക് വളരെ വേദന ഉണ്ടായിരുന്നു. കൈ ഉയർത്താനൊന്നും മേലാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പൊ കൈ ഒരു പകുതി ഉയർത്താവുന്ന രീതിയിലേക്ക് 2 ദിവസം കൊണ്ട് തന്നെ മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഷെയറിങ്ങിൽ നമുക്ക് പറയുമ്പോൾ മനസ്സിലാവുന്നത്, നമുക്ക് ഇത്രയും 5-10 വർഷമായിട്ട് പല സ്ഥലങ്ങളിലും ചികിത്സിച്ചിട്ട് മാറാൻ പറ്റാത്ത രോഗങ്ങളാണ് നമ്മൾ ഇവിടെ ഒരു 3-4 ആഴ്ച കൊണ്ട് നമ്മൾ ചികിത്സിച്ച് ആ ഒരു വ്യത്യാസത്തിലേക്ക് എത്തുന്നത്. നമ്മളിവിടെ ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, വയറിലെ ഹെവി അസിഡിറ്റിയെ കുറയ്ക്കുക, ഹൈപ്പർ അസിഡിറ്റിയെ കുറയ്ക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് ചെയ്തത്. നമ്മൾ പറയുമല്ലോ, ഉദരം ശരിയായാൽ എല്ലാം ശരിയാവും എന്ന് പറയുന്നത് ആയുർവേദത്തിലെ വലിയൊരു തിയറിയാണ്. അഗ്നി ശരിയാക്കുക, അല്ലെങ്കിൽ ഡൈജഷൻ ശരിയാക്കുക എന്നുള്ളത്. ഡൈജഷൻ ശരിയായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാ അവയവവും അതിൻ്റെതായ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഈ ഒരു അസിഡിറ്റിയെ ചികിത്സിച്ചപ്പോൾ തന്നെ ഗ്യാസിന്റെ പ്രോബ്ലം മാറുന്നു, പലവട്ടം IBS പോലെ പലവട്ടം വയറ്റുന്നു പോകുന്ന അവസ്ഥ മാറുന്നു, പ്രമേഹം നോർമലിലേക്ക് വരുന്നു, കൊളസ്ട്രോള്, ഹൈ ട്രൈഗ്ലിസറൈഡ് 375 350 എന്നൊക്കെ നമ്മൾ 130 റേഞ്ചിലേക്കൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ എല്ലാത്തിന്റെയും അടിസ്ഥാനം അസിഡിറ്റി തന്നെയാണ് ഇവിടെ പ്രധാന പ്രശ്നം വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അസിഡിറ്റി ഉണ്ടാക്കാവുന്ന ഭക്ഷണങ്ങൾ നമുക്കറിയാം. ഈ ചായ, കോഫി പോലെയുള്ള സാധനങ്ങൾ, പുളി, എരിവുള്ള സാധനങ്ങൾ, ഇതൊക്കെയാണ് പൊതുവെ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇത്തരത്തിൽ ഹെവി മസാലകൾ കഴിക്കുക, കാന്താരി മുളക് കഴിക്കുക, കൊളസ്ട്രോൾ കഴിക്കുക, ഈ ട്രൈഗ്ലിസറൈഡുള്ളവരിൽ
വീണ്ടും കാന്താരിമുളക് കഴിച്ചെന്നുണ്ടാവുക, വീണ്ടും അസിഡിറ്റി വർദ്ധിക്കുന്നു, വീണ്ടും ട്രൈഗ്ലിസറൈഡ് ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയാണ് ഉണ്ടാവുക. സോ ഇത്തരത്തിലുള്ള എരിവും പുളിയും കുറച്ച് വയറിന് ഉണക്കുന്നതിലൂടെ തന്നെ ഇത്തരം നമ്മൾ പേടിക്കുന്ന വലിയ വലിയ രോഗങ്ങളെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.